കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ പൂർണ്ണമായി തകർക്കുന്ന, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇറക്കുകയും കലാപ ആഹ്വാനം ചെയ്തിട്ടാണ് കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ നേതാവ് PC ജോർജ് ഇവിടെ വളരെ മോശമായ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കി മുന്നോട്ട് പോകുന്നത്. ശരിക്ക് ഗവൺമെൻറ് ഭരണഘടനാപരമായൊരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടിയിരുന്നു. പക്ഷേ കേരള സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, PC ജോർജിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും സംരക്ഷണം കൊടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, PC ജോർജ് ഇത് പുതുതായി തുടങ്ങിയതല്ല. കഴിഞ്ഞ ദിവസം, ഒരാഴ്ച മുമ്പ് ജനം ചാനലിൽ അനിൽ നമ്പ്യാർക്ക് നൽകിയ, അല്ലെങ്കിൽ അനിൽ നമ്പ്യാർ നേതൃത്വം കൊടുത്ത ചാനൽ ഡിസ്കഷനിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ആരും പറയാത്ത രീതിയിൽ, ഇന്ത്യയിൽ തന്നെ സംഘപരിവാർ പോലും കടുത്ത ഭാഷയിൽ പ്രയോഗിക്കാത്ത പ്രയോഗങ്ങളാണ് PC ജോർജ് നടത്തിയത്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ്. ഇത്തരമൊരു പരാമർശം ഒരുപക്ഷെ കേരളത്തിൽ ഇതേ രീതിയിൽ മുമ്പാരും നടത്തിയിട്ടുണ്ടാവില്ല. വളരെ പ്രകോപനപരമായ രീതിയിൽ. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. മുണ്ട് പൊക്കി നോക്കി ആളുകളെ കൊല്ലുകയാണ്, ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊല്ലുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്നാണ് PC ജോർജ് പറഞ്ഞത്. എന്തുമാത്രം ഭീകരമാണ് ആ പ്രസ്താവന. നമുക്കറിയാം, അദ്ദേഹം മുമ്പും ഇതുപോലെ വലിയ കോളിളക്കം സൃഷ്ടിച്ച പരാമർശം നടത്തിയിട്ടുണ്ട്. 2022 തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ വെച്ച് PC ജോർജ് പറഞ്ഞത്, ഇവിടുത്തെ മുസ്ലിം കച്ചവടക്കാർ ഭക്ഷണത്തിലും പാനീയത്തിലുമൊക്കെ വിഷം കലക്കി അവർ ഹിന്ദു സഹോദരന്മാർക്ക് പ്രജനനശേഷി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ വന്ധ്യത വരാനുള്ള രീതിയിലുള്ള വിഷം കലക്കിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു സത്യത്തിന്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചെറിയ പരാതി പോലും ഈ സ്റ്റേറ്റിൽ കിട്ടുകയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയോ ചെയ്യാത്ത പച്ചക്ക് വർഗീയത പറഞ്ഞ ഒരു സംഭവമായിരുന്നത്. വർഗീയത എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹം അത് ഒരു മനസ്സിന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും വൃത്തികെട്ട പരാമർശമായിരുന്നത് അന്ന് പറഞ്ഞത്. അന്ന് ആ പ്രശ്നത്തിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായി. പരാതി കൊടുത്തു. അങ്ങനെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം വീണ്ടും ജാമ്യത്തിലിറങ്ങി. ജാമ്യത്തിലിറങ്ങിയപ്പോൾ നല്ല കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇനി ഇത്തരം പരാമർശം ഉണ്ടാകാൻ പാടില്ല എന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും അദ്ദേഹം പാലാരി വട്ടത്ത് സമാനമായ പ്രസ്താവന വീണ്ടും നടത്തി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കി വീണ്ടും അറസ്റ്റ് ചെയ്തു, വീണ്ടും ജാമ്യത്തിലിറങ്ങി. പിന്നീട് വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വീണ്ടും അദ്ദേഹം വർഗീയമായ പരാമർശം നടത്തി. വർഗീയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷ, അതായത് ഇവിടെ ഒരു പക്ഷേ RSകാരൻ അല്ലെങ്കിൽ BJPക്കാരൻ പറയാതിൽ അപ്പുറമുള്ള, അദ്ദേഹം ഇപ്പോൾ BJPക്കാരനാണ്, പക്ഷേ RSകാർ പറയാതിൽ അപ്പുറമുള്ള വർഗീയതയാണ് അന്ന് മേൽ പരാമർശിച്ചത്. അതുപോലെ 2023 നവംബറിൽ തിരുവല്ലയിലും അദ്ദേഹം സമാനമായ രീതിയിലുള്ള, അവിടെ ഒരു ഹമാസ് ഭീകരർക്കെതിരെ ജനസംഘം എന്ന രീതിയിൽ പ്രോഗ്രാം നടത്തി. അതിലും അദ്ദേഹം ഇത്തരം പരാമർശം നടത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ കേരളം ഒരു ഇസ്ലാമോഫിക് സ്റ്റേറ്റായി മാറുന്നതിലേക്ക് പോവുകയാണ്. ഗവൺമെൻറ് ഇതിൽ ഭയങ്കരമായ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം. PC ജോർജ് ഇത്തരം പ്രസ്താവന ഇറക്കുമ്പോൾ ഗവൺമെൻറ് സ്വമേധയാ കേസെടുക്കണം. അത് ഗവൺമെൻറ് ഇതുവരെ ചെയ്തില്ല. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും അപകടകരമായ മറ്റൊരു വസ്തുത, ഇദ്ദേഹം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ വർഗീയ വിദ്വേഷകരമായ പ്രസംഗങ്ങൾക്ക് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടപ്പോൾ നൽകിയ കണ്ടീഷൻസ് അദ്ദേഹം ലംഘിച്ചു. വീണ്ടും അദ്ദേഹം
പാലാരിവട്ടത്ത് വീണ്ടും അദ്ദേഹം ഇതുപോലെ പരാമർശം നടത്തുകയാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം അതിൻ്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ സമയത്ത് വളരെ കഠിനമായ അല്ലെങ്കിൽ വളരെ കർക്കശമായ പിന്നെ ജാമ്യവ്യവസ്ഥകളുണ്ടായിരുന്നു. ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ അറസ്റ്റ് ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇത് സമാനമല്ല, ഒരു ചെറിയ ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു സമരം ചെയ്തതിൻ്റെ പേരിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവ് പി കെ ഫിറോസിനെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് അദ്ദേഹം തുർക്കിയിലേക്ക് പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഗവൺമെൻറ്. അപ്പോൾ ഇത്തരം സംഗതികൾ വരുമ്പോൾ ഗവൺമെൻറ് ചെയ്യാനറിയാം. വളരെ ഗുരുതരമാണ് സംഗതികൾ. അങ്ങനെ പി കെ ഫിറോസിനെതിരിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലെ തന്നെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പി സി ജോർജ് വീണ്ടും വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ പച്ചക്ക് വർഗീയത പറയുന്ന ഒരവസ്ഥ വരുമ്പോൾ ഗവൺമെൻറ് ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കി വീണ്ടും അറസ്റ്റ് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. ഇപ്പോൾ ഒരാഴ്ചയായി പ്രധാനപ്പെട്ട സംഘടനകൾ ഒക്കെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ കേസ് ചാർജ് ചെയ്തത്. ശരിക്കും അതിന് കാത്തു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. സിമോട്ടോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ. ആ ഉത്തരവാദിത്തമാണ് സർക്കാർ നിർവഹിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.